കേരള പോലീസ് എന്ത് മുണുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ? നിങ്ങള് നാട്ടിലെ അല്ലാത്ത തൂഫാനും തുമ്മാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നതും ന്യൂസിൽ വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇവർ ഇത്രയും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇതുപോലുള്ള സോഷ്യൽ ഏരിയയിൽ വന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞങ്ങൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മെത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോകും എന്നിവര് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തൊപ്പീനെയും ഈ തൊപ്പീന്റെ കുറെ വാലുതാങ്ങികളെയും ഇവർ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇവര് തന്നെ സമ്മതിച്ചു. ഇനി നിങ്ങൾക്കത് അന്വേഷിക്കേണ്ട, കേരള പോലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവരെ അന്വേഷണം. ഇനി നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവര് തന്നെ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്, തൊപ്പി ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഉറങ്ങുകയാണോ നിങ്ങള്? പിന്നെ ഇത് എന്തോ ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ എന്താണ് ഈ ഓപ്പറേഷൻ തൂഫാൻ? ഈ നിഹാദ് എന്ന് പറയുന്ന വ്യക്തി ലക്ഷദ്വീപിലെങ്ങാനുള്ള 18 വയസ്സ് പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. 18 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞത് ഓക്കെ അല്ല എന്നാണ്. നിയമപ്രകാരം അത് ഓക്കെ അല്ല, മൈനർ ആണല്ലോ കുട്ടി. അപ്പൊ നിഹാദെ, നീ ഇനി പുറം ലോകം എപ്പോഴാ കാണുവാ നിഹാദെ? ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഈ പൈസ കൊടുത്ത് ഒതുക്കോ നീ? ഞങ്ങൾക്ക് ഒറ്റ വാക്കുള്ളൂ, ഈ നാറിയ പണിക്ക് ഞങ്ങളില്ല. അതെ, മാമച്ചനൊരു മലയാളിയാ, പോരാത്തിന് നമ്മുടെ നാട്ടുകാരൻ. അപ്പൊ പിന്നെ മാമച്ചന് വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആര് വർക്ക് ചെയ്യാനാ? പൈസ കൊടുത്ത് ഒതുക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വന്നൊരു കാര്യമാണ്. ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ സാധാരണക്കാരന് ഒരു നിയമം, പൈസക്കാരന് വേറൊരു നിയമം, അങ്ങനെ പറ്റില്ല. നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായി പോയെന്ന് മിസ്റ്റർ പ്രഭാകർ.